മത്സ്യകന്യകയ്ക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരു വേട്ടയാടൽ രീതി ഉണ്ടായിരുന്നു. അത് പ്രകാരം അവൾ ഒരു നാവികനെ കൊല്ലാൻ തയ്യാറെടുക്കുകയായിരുന്നു. മത്സ്യകന്യക ആകർഷകമായിട്ട് കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് ചാടി. എന്നാൽ അടുത്ത നിമിഷം അവൾക്ക് വളരെ നിരാശ തോന്നി, കാരണം നാവികൻ അവളെ കണ്ടില്ല. മീൻപിടുത്ത ബോട്ട് പുറപ്പെടാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ മത്സ്യകന്യക ഉടനെ തന്നെ മീൻപിടുത്ത ബോട്ടിനെ പിന്തുടരാനായിട്ട് ധൃതിപ്പെട്ടു. ഒടുവിൽ മീൻപിടുത്ത ബോട്ട് നിന്നത് കണ്ടപ്പോൾ മത്സ്യകന്യക തന്റെ മനോഹരമായിട്ടുള്ള പാട്ട് ഉപയോഗിച്ച് നാവികനെ മയക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവൾ പാട്ടുപാടാൻ പോകുമ്പോഴേക്കും ചീഞ്ഞ മത്സ്യം ബോട്ടിന് പുറത്തേക്ക് നാവികൻ കൊണ്ടുപോയി ഇട്ടു. ഇത് മത്സ്യകന്യകയെ വളരെയധികം കോപിപ്പിച്ചു. എന്നിരുന്നാലും അതിലും പരിഹാസ്യമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ബോട്ടിന്റെ വലിയ നങ്കൂരം നേരിട്ട് മത്സ്യകന്യകയെ ഇടിച്ച് കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തി. കോപാകുലയായിട്ടുള്ള മത്സ്യകന്യകയും രാത്രിയുടെ മറവിൽ തന്റെ ശക്തമായിട്ടുള്ള മാന്ത്രിക ശക്തി ഉപയോഗിച്ചു. അവൾ തന്റെ വാൽ പുറത്തെടുത്ത് മത്സ്യബന്ധന ബോട്ടിന്റെ നേരെ നീന്താൻ തുടങ്ങി. ഈ സമയം നാവികൻ അവന് ചുറ്റുമുള്ള വിചിത്രമായിട്ടുള്ള ചലനങ്ങൾ ശ്രദ്ധിച്ചു. അവൻ ഒരു കുന്തം എടുത്ത് ബോട്ടിന്റെ അടിത്തട്ടിലേക്ക് നോക്കി. എന്നാൽ മത്സ്യകന്യക ഒളിച്ചിരുന്നു. നാവികൻ തിരിഞ്ഞപ്പോൾ മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. അവൾ പുരുഷന്റെ മുന്നിൽ മനോഹരിയായിട്ട് പ്രത്യക്ഷപ്പെടുകയും വളരെ കഠിനമായിട്ടുള്ള ഒരു ആകർഷണ ഭാവം കാണിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം അവൾ ഒരു കടക്കാക്കി ഇളിച്ച് കടലിലേക്ക് തന്നെ രണ്ടും ഒരുമിച്ച് വീണു. എന്നാൽ മത്സ്യകന്യകയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. ഈ സമയം അവൾ മറ്റൊന്നും നോക്കാതെ നേരെ മത്സ്യബന്ധന ബോട്ടിനുള്ളിലേക്ക് കയറി. മീൻപിടുത്ത ബോട്ടിന് മുകളിൽ ഒളിച്ചിരുന്ന നാവികനെ ആകർഷിക്കാൻ തന്റെ തികഞ്ഞ ശരീരം പ്രദർശിപ്പിച്ചു. നാവികൻ കെണിയിൽ വീണെന്ന് മത്സ്യകന്യകയ്ക്ക് മനസ്സിലായി. ഒടുവിൽ അവൾ നാവികനെ കൊല്ലാൻ വൈദ്യുത പ്രവാഹം പുറപ്പെടുവിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന മറ്റൊരു തടിച്ച നാവികൻ വന്ന് ഒരു ഷവലിന്റെ സഹായത്തോടെ മത്സ്യകന്യകയെ അടിച്ച് ബോധം കെടുത്തിയത്. എന്നാൽ ലീക്കായി പോയ വൈദ്യുത പ്രവാഹം നേരിട്ട് ബോട്ടിലെ വൈദ്യുതി നിറച്ചു. മത്സ്യകന്യകയ്ക്ക് അത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഗുണമുണ്ടെന്ന് കണ്ടപ്പോൾ രണ്ട് നാവികരും ഉടനെ തന്നെ മത്സ്യകന്യകയെ കുറിച്ച് മോശം ചിന്തകൾ ഉണ്ടാകാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മത്സ്യകന്യക ആശയക്കുഴപ്പത്തിൽ നിന്നും ഉണർന്നു. രണ്ടുപേരെയും ദുരുദ്ദേശത്തോടെ കണ്ടപ്പോൾ മത്സ്യകന്യക പെട്ടെന്ന് ദയനീയമായിട്ടുള്ള ഭാവം കാണിച്ചു. ദയക്കായി യാചിച്ചു. എന്നാൽ ആ തടിച്ച നാവികൻ വീണ്ടും ഷവൽ ഉപയോഗിച്ച് അവളെ ബോധം കെടുത്തി. മത്സ്യകന്യക വീണ്ടും ഉണർന്നപ്പോൾ മീൻപിടുത്ത ബോട്ടിന് വൈദ്യുതി നൽകുന്നതിനായി അവൾ ഒരു അക്വേറിയത്തിനുള്ളിൽ കുടുക്കിയിരുന്നു. അന്നു മുതൽ ആ രണ്ട് നാവികരും ബാർ ഉടമകളായിട്ട് മാറി. നിർഭാഗ്യവശാൽ മത്സ്യകന്യക വശീകരിക്കാൻ ശ്രമിച്ച ആ രണ്ട് നാവികരും ഗേ കപ്പിൾസ് ആയിരുന്നു.